ഇവ എവിടെ കണ്ടാലും വിട്ടുകളയരുത്. ഇവ എന്താണെന്ന് വെച്ചാൽ ഈ വഴിയിൽ നിങ്ങൾ പരിഹാരം ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ കോടീശ്വരനാകും. അതുകൂടാതെ മിസൂഡ് തിരികെ വരുമെന്നും നമുക്ക് പറയാം. ദൈവിക നഗരം സമ്പന്നമായിരിക്കും. അതുകൊണ്ടാണ് പലരും ഇവയെക്കൊണ്ട് പരിഹാരങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ചെമ്പരത്തി മൊട്ടുകൾ വളരെ ശക്തിയുള്ളവയാണ്, വളരെ ശക്തിയുള്ളവയാണെന്ന് പറയാം. ചെമ്പരത്തിച്ചെടിയെക്കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ചെമ്പരത്തിച്ചെടി ഒരു ദിവ്യവൃക്ഷമായി കണക്കാക്കപ്പെടുന്നു. ചെമ്പരത്തിച്ചെടി ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ പരിഹാരങ്ങളും 90% ഫലങ്ങൾ നൽകും. 100% ഫലങ്ങൾ നൽകും. കാരണം ഇവയ്ക്ക് കൂടുതൽ ശക്തിയുണ്ട്. അതുകൊണ്ട് ഇവയാൽ നമുക്ക് നല്ലത് സംഭവിക്കും. വലിയ കോടീശ്വരന്മാരാകാം. അതുമാത്രമല്ല, ദാരിദ്ര്യം അനുഭവിച്ച് പല ബുദ്ധിമുട്ടുകളും നേരിട്ട് പിന്നീട് കോടീശ്വരന്മാരായി ഉയർന്നവരും ഉണ്ടല്ലോ. അങ്ങനെയുള്ളവരും ഈ പരിഹാരം ചെയ്ത് കോടീശ്വരന്മാരായി മാറിയെന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഇവയെക്കുറിച്ച് ധാരാളം സൂചനകളുള്ളതുകൊണ്ട് ഇവയെ നിങ്ങൾ വിട്ടുകളയാതെ സ്വീകരിച്ച് പരിഹാരം ചെയ്താൽ നിങ്ങളുടെ ഭാഗ്യം തിരികെ വരികയും നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുകയും ചെയ്യുമെന്ന് വേദ പണ്ഡിതന്മാർ പറയുന്നു. ഈ ചെമ്പരത്തി മൊട്ടുകളുണ്ടല്ലോ, ഇവ അതിശക്തമായവയാണ്. കാരണം ആദ്യം മരത്തിന് മൊട്ടുകൾ മാത്രമേ, അതായത് പൂക്കും. ആ മൊട്ടുകൾ വളരെ പുണ്യമായവയാണ്. മൊട്ടിന് ശേഷം നമുക്ക് പൂവ് വിരിയുമെന്നതുകൊണ്ട് ആ പൂവിനെ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കും. ആ ചെമ്പരത്തി മൊട്ടുകളിൽ എന്തെന്നാൽ ഒരു അറിയപ്പെടാത്ത അത്ഭുതകരമായ ശക്തിയുണ്ടാകും. അവയാൽ നമുക്ക് നല്ലത് നടക്കുമെന്ന് ശാസ്ത്രത്തിൽ പറയുന്നു. അതായത് ദാരിദ്ര്യത്താൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടാകാം. ദാരിദ്ര്യം അനുഭവിച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. 1 രൂപ പോലും കിട്ടില്ല. എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ കയ്യിൽ പണമേ ഉണ്ടാകില്ലെന്ന് കരുതും. അങ്ങനെയുള്ളവർക്ക് മികച്ച ഫലം നൽകുന്ന പരിഹാരമാണിത്. എല്ലാവരുടെയും വീട്ടിൽ ചെമ്പരത്തിച്ചെടി ഉണ്ടാകും. ചെമ്പരത്തി മൊട്ടുകൾ ഒരു ദിവസം ഉണ്ടാകും. അതായത് ഒരു തിഥി നക്ഷത്രം നോക്കി ചെമ്പരത്തി മൊട്ടുകൾ പറിച്ചെടുത്ത് ഈ പരിഹാരം ചെയ്യുക. നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുക. നിങ്ങളുടെ വളർച്ചയെ ആർക്കും തടയാൻ കഴിയില്ലെന്ന് പറയാം. ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന. വീഡിയോ പൂർണ്ണമായി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സാധാരണയായി പറഞ്ഞാൽ പലരും പണമില്ലാതെ നരകം കാണുന്നു. എങ്ങനെയെങ്കിലും വരുമാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലർ വീട്ടിൽ പണം സൂക്ഷിക്കുന്നു. ചിലർ ചിട്ടി രൂപത്തിൽ പണം സൂക്ഷിക്കുന്നു. ചിലർ അത് വീട്ടിൽ തന്നെ സൂക്ഷിക്കുന്നു. വീട്ടിൽ വെച്ചിരിക്കുന്ന പണവും വെള്ളം പോലെ ചെലവായി പോകും. എന്തോ ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിക്കും. മറ്റു ചിലർ ഞങ്ങൾ 1 രൂപ പോലും വെക്കും. സൂക്ഷിച്ച പണവും വെറുതെ ചെലവായി പോകും. ഹൃദയത്തെ കവർന്നവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതലാണ്. അതായത് നടക്കും. അത് എന്താണെന്ന് മനസ്സിലായില്ല എന്ന് ചിലർ ദുഃഖിക്കും. അങ്ങനെ ഹൃദയരോഗങ്ങൾ കുറയാനും നിങ്ങൾക്ക് ദൈവിക അനുഗ്രഹം ലഭിക്കാനും പ്രധാനമായി എന്തെന്നാൽ ലക്ഷ്മി നാരായണന്റെ അനുഗ്രഹം ലഭിച്ച് എല്ലാ ശുഭങ്ങളും ലഭിക്കണമെങ്കിൽ ഈ പരിഹാരം നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തുകൊള്ളുക. പലർക്കും എന്തെന്നാൽ ഇവയെക്കുറിച്ച് അറിയില്ല. ചിലർക്ക് മാത്രമേ അറിയൂ. ചിലർ അത് ചെയ്ത് പ്രയോജനങ്ങൾ നേടി. ചിലർക്ക് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് പരിഹാരം ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങൾ എത്ര വിശ്വാസത്തോടെ ചെയ്യുന്നുവോ അത്രയും നല്ല ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവിക അനുഗ്രഹം ലഭിക്കും. ചെമ്പരത്തി മരം ഒരു വലിയ ദൈവിക മരമാണ്. ആ മരത്തിന്റെ അടുത്ത് ദേവന്മാർ സഞ്ചരിക്കുമെന്ന്
പുരാണങ്ങളിൽ പറയുന്നു. ചെമ്പരത്തി മരം എന്നാൽ പണ്ടുകാലത്ത് പോലും നമ്മുടെ പൂർവികർ അതിന്റെ പൂക്കൾ കൊണ്ട് ദേവന്മാർക്കും ദൈവങ്ങൾക്കും പൂജ ചെയ്തിരുന്നു. പലരും ചെമ്പരത്തി പൂവ് തലയിൽ വെക്കാറുണ്ട്. ഇപ്പോൾ ഫാഷനായതുകൊണ്ട് അവ അനാഗരികമായി തോന്നുമെന്ന് പലരും കരുതാറില്ല. എന്നാൽ പണ്ടുകാലത്ത് നമ്മുടെ അമ്മൂമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരോ ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തി പൂക്കൾ തലയിൽ വെക്കാറുണ്ട്. ഇപ്പോൾ ആരും വെക്കാറില്ല, നമ്മൾ കാണാറില്ല. എന്നാൽ ചെമ്പരത്തി പൂവ് എന്താണെന്ന് വെച്ചാൽ വളരെ പവിത്രമാണ്. സത്യം പറയുകയാണെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ പൂജയ്ക്ക് പൂർണ്ണമായി ഉപയോഗിക്കുന്ന ഒരു പുഷ്പമാണ്. ആ പുഷ്പം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെമ്പരത്തി ചെടി വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നല്ല ഊർജമുണ്ടാകും. ചെമ്പരത്തി ചെടി എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തി ചെടി നെഗറ്റീവിനെ നീക്കം ചെയ്യുന്നു. അതായത് ചീത്തയെ നീക്കി നല്ലതിനെ സ്ഥാപിക്കാൻ ചെമ്പരത്തി ചെടി ഉപയോഗിക്കുന്നു. അതുകൂടാതെ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്, നമ്മൾ രാവിലെ ഉണരുമ്പോൾ ആ ദിവസം മുഴുവൻ നമുക്ക് നന്നായിരിക്കണം, അല്ലെങ്കിൽ ആ ദിവസം മുഴുവൻ നമുക്ക് നന്നായി ഇരിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി ചെടി ഉണ്ടെങ്കിൽ രാവിലെ ഉണർന്നയുടൻ ചെമ്പരത്തി ചെടി നോക്കുക. ആ ദിവസം മുഴുവൻ എങ്ങനെ ഇരിക്കും, ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ദിവസം കൊണ്ട് തന്നെ ഫലം അറിയാൻ സാധിക്കും. കാരണം ഇത് ശക്തിയുള്ള മരമായതുകൊണ്ട് പുരാണങ്ങൾ അനുസരിച്ച് ദേവന്മാർ അവിടെ സഞ്ചരിക്കും. അതിനാൽ രാവിലെ ഉണരുമ്പോൾ മന്ദാരമരം കാണുകയോ മന്ദാരമരത്തെ വന്ദിക്കുകയോ ചെയ്താൽ ആ ദിവസം മുഴുവൻ നമ്മുടെ ജീവിതം നല്ലതായിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളില്ലാതെ മുന്നേറാൻ അവസരം ലഭിക്കുമെന്നതിനാൽ രാവിലെ ഉണരുമ്പോൾ മന്ദാരമരം ചുറ്റി നോക്കുക. മന്ദാരമൊട്ടുകൾ അമൃതിന് തുല്യമാണ്. അതിൽ ഒരു അതീത ശക്തി ഉണ്ടാകും. ആ മൊട്ടുകൾ നമുക്ക് ലഭിക്കും. നിങ്ങൾ എന്തു ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ദിവസം നോക്കുക. അതായത് അസൈവം കഴിക്കരുത്. തലയിൽ കുളിക്കുന്നത് നിർബന്ധമാണ്. മന്ദാരമരത്തിനടുത്ത് പോകണം. അതിനുശേഷം എന്തെന്നാൽ ഉറച്ച സങ്കല്പം ചെയ്യണം. അതായത് ഞങ്ങളുടെ ആവശ്യത്തിനായി എടുത്തുകൊണ്ടുപോകുന്നു. അതായത് നമുക്ക് ആവശ്യം ഉള്ളതുകൊണ്ടാണ് എടുത്തുകൊണ്ടുപോകുന്നത്, അല്ലേ? ആരും നിർബന്ധിക്കാത്തതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനായി എടുത്തുകൊണ്ടുപോകുന്നു എന്ന് സങ്കല്പം ചെയ്ത ശേഷം എന്തെന്നാൽ വന്ദനം പറയണം. ഓ മരമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ നിന്നെ കൊണ്ടുപോകുന്നു. തീർച്ചയായും ഞങ്ങൾക്ക് പ്രയോജനം നൽകുക. അത് മാത്രമല്ല, ഞങ്ങൾ ചെയ്യുന്ന പരിഹാരം തീർച്ചയായും ഞങ്ങൾക്ക് പ്രയോജനം നൽകണമെന്ന് സങ്കല്പം ചെയ്തുകൊണ്ട് 4 ചെമ്പരത്തി ഇലകൾ എടുക്കണം. സങ്കല്പം പറയാതെ എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പച്ചമരമല്ലേ, അതിൽ കൈകൾ വെക്കുമ്പോൾ സങ്കല്പം പറഞ്ഞ് എടുത്താൽ ആ മരത്തിൽ നിന്ന് പറിച്ച പൂക്കളാകാം, ഇലകളാകാം, മറ്റെന്തും ആകാം. അവയാണ് കൂടുതൽ ഫലങ്ങൾ നൽകുന്നത്. അവ നമ്മൾ എന്താണെന്ന് പറയാതെ, അതായത് ഇങ്ങനെ തോന്നിയ പോലെ പറിച്ചെടുത്താൽ അവ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഉണ്ടാകില്ല. നമ്മൾ ചെയ്തെല്ലാം വെറുതെയാകും. അതിനാൽ നിങ്ങൾ ഉറപ്പായി സങ്കൽപ്പിച്ച് 4 ചെമ്പരത്തി മൊട്ടുകൾ കൊണ്ടുവരിക. കൊണ്ടുവന്ന ശേഷം ഇത് വൃത്തിയാക്കാൻ പാടില്ല. മരത്തിൽ ഇത് വൃത്തിയായി തന്നെ ഇരിക്കും. എന്തെന്നാൽ വളരെ ഇളം മൊട്ടുകൾ എന്ന് പറയാം. മിക്കവാറും മൊട്ടുകൾ തന്നെ ചെറിയ ചെറിയ മൊട്ടുകൾ ഉണ്ടാകും. കുറച്ച് വലിയ വലിയ മൊട്ടുകളും ഉണ്ടാകും. ചെറുതും ഉണ്ടാകും. ചെറുതാണെങ്കിലും സാരമില്ല, വലുതാണെങ്കിലും സാരമില്ല. ഏതായാലും കൊണ്ടുവരിക. മറ്റൊന്നും വേണ്ട. ഇങ്ങനെ കൊണ്ടുവരിക. എന്നാൽ കുറച്ച്. എന്തെന്നാൽ ഇളം മൊട്ടുകൾ ഉണ്ടാകുമല്ലോ. അവ കൊണ്ടുവന്നാൽ കൂടുതൽ ദിവസം നിലനിൽക്കും. അതേ ചെറിയ മൊട്ടുകൾ
കൊണ്ടുവരികയാണെങ്കിൽ അവയ്ക്ക് എന്തെന്നാൽ ശക്തി കുറവായിരിക്കും എന്നതുകൊണ്ട് അവ വേഗം വിരിയും. അതുകൊണ്ട് കുറച്ച് ഇളം മൊട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലേ അങ്ങനെ കൊണ്ടുവരിക. അതായത് ഇവിടെ ചെയ്യുന്നതുപോലെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ചെയ്ത ശേഷം ഈ മൊട്ടുകൾ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ലോക്കറിൽ വെക്കാം. അതായത് ലോക്കറിൽ എങ്ങനെ വെക്കണം എന്നാൽ കൊണ്ടുവന്ന ശേഷം ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ, എന്നാൽ ലക്ഷ്മി നാരായണന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ച് ഉറപ്പായി സങ്കല്പം ചെയ്ത് എടുത്ത് അലമാരയിൽ സൂക്ഷിക്കാം. അത് സാധ്യമല്ല ഒരുപക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവ ഒരു ചെറിയ തുണിയിൽ എടുത്ത് അതിൽ പച്ച കർപ്പൂരം, ഒരു നുള്ളു കുങ്കുമം, മഞ്ഞൾ ചേർത്ത് നാം ഉറപ്പായി സങ്കൽപ്പിച്ച് അനാവശ്യ ചെലവുകൾ കുറയണം. 4 ദിശകളിൽ നിന്നും പണം വരണം. ലക്ഷ്മിദേവി നഗരം ഉണ്ടാകണം. ഞങ്ങളുടെ വീട് സമ്പത്താൽ നിറയണം. സമ്പത്തിന് കുറവുണ്ടാകരുത് എന്ന് സങ്കൽപ്പിച്ച് പിന്നീട് അലമാരയിൽ വെച്ചാലും അതേ ഫലം ലഭിക്കും. അതായത് ലോക്കറിൽ, അലമാരയിൽ, എവിടെ വേണമെങ്കിലും വെച്ചുകൊള്ളുക. നിങ്ങൾക്ക് പണം വെള്ളം പോലെ വരും. മൊട്ടുകൾ പെട്ടെന്ന് കേടാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആകില്ല. 1 മാസം 2 മാസം വരെ ഇരിക്കും. അത്ര പെട്ടെന്ന് കേടാകില്ല. നേരിട്ട് വെച്ചതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെയല്ലാതെ സാധാരണയായി വെച്ചാലും അതുപോലെ തന്നെ ഇരിക്കും. ഒരുപക്ഷേ ദുശക്തിയുണ്ടെങ്കിൽ മൊട്ടുവെച്ച 2ാമത്തെ ദിവസം തന്നെ തീർച്ചയായും കേടായി പോകും. ഇല്ലെങ്കിൽ 1 ആഴ്ചയിൽ കേടായി പോകും. ഒരുപക്ഷേ കേടായി പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ദൈവങ്ങളുണ്ടെന്ന് അർത്ഥം. അങ്ങനെയല്ലാതെ മൊട്ടുകൾക്ക് ശക്തി കൂടുതലാണെന്ന് അർത്ഥം. ഈ ചെമ്പരത്തി മൊട്ടുകൾ പവിത്രവും വളരെ ശക്തിയുള്ളതുമാണ്. ഇവയിലൂടെ പലരും പരിഹാരങ്ങൾ ചെയ്ത് പണം ഇരട്ടിയാക്കുന്നു. പണത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. പണം 4 ദിശകളിൽ നിന്നും ഏതെങ്കിലും ഒരു തരത്തിൽ വരുവാൻ ഈ ചെമ്പരത്തി മൊട്ടുകൾ കൊണ്ട് പരിഹാരം ചെയ്യുന്നു. അതിനാൽ നിങ്ങളും ഈ രീതിയിൽ ആചാരം ചെയ്യുന്നതിലൂടെ നല്ല ഫലം ലഭിക്കും. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് എടുത്തുകളയേണ്ടതെങ്കിൽ 15 ദിവസം വെക്കുക, 20 ദിവസം വെക്കുക, 1 മാസം വെക്കുക, 2 വർഷം വെക്കുക. കേടുവന്നിട്ടില്ല, അതുപോലെ ഇരിക്കുന്നുവെങ്കിൽ വെക്കുക. ഒന്നും സംഭവിക്കില്ല. നല്ലത് നടന്നുകൊണ്ടേയിരിക്കും. മോശം സംഭവിക്കില്ല. അതിനാൽ സൂക്ഷിക്കുക. ഒന്നും സംഭവിക്കില്ല. ഒരുപക്ഷേ അവ കേടുവന്നാൽ മാത്രം എടുത്തു കളയുക. എവിടെയും ഇടരുത്. കാരണം അവ ദിവ്യ വൃക്ഷങ്ങളായി കണക്കാക്കപ്പെടുന്നു. സാധാരണയായി കൂടുതൽ ശക്തിയുണ്ടാകും. മൊട്ടുകൾ ആയതുകൊണ്ട് കുറച്ച്, അതായത് നമുക്ക് ഇവിടെ വീണാൽ അവിടെയില്ലാതെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇട്ടാൽ മതി. നല്ല ഫലം കാണാൻ കഴിയുമെന്ന് പറയാം. അതിനാൽ ശ്രമിക്കുക. ശ്രമിച്ചു ഫലം നേടുക. ഇത് ആദ്യത്തെ പരിഹാരമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും നല്ലത് സംഭവിക്കും. നല്ല ഫലം നൽകാൻ പരിഹാരം ശരിയായി പ്രവർത്തിക്കുമെന്ന് ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നതിലൂടെ നല്ല ഫലങ്ങൾ ലഭിക്കും. കൂടുതൽ അത്ഭുതകരമായ കാര്യങ്ങൾ കാണും. ഏതെങ്കിലും ഒരു തരത്തിൽ വരുമാനം നിങ്ങൾക്ക് സ്വന്തമാകും. പ്രധാനമായി പറഞ്ഞാൽ അനാവശ്യ ചെലവുകൾ കൂടുതലായിരിക്കും. അതായത് എന്തിനാണോ ചെലവ് ചെയ്യുന്നത് അതിന് പണം ചെലവാകും. 100 രൂപ ചെലവ് ചെയ്യേണ്ട സ്ഥലത്ത് 200 ചെലവായി പോകും. ചില സമയങ്ങളിൽ എന്തെന്നാൽ പണം മുഴുവൻ ആശുപത്രിക്ക് ചെലവായി പോകും, അല്ലേ? അപ്പോൾ നമുക്ക് വളരെ വിഷമമായിരിക്കും. ഇല്ല എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ചെലവുകൾ കുറവാണെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ കൂടുതലായി വിഷമിക്കും. അങ്ങനെയല്ലാതെ ഈ വഴിയിൽ എന്തെന്നാൽ ഇത് ചെയ്യുക, ചെയ്ത് ഫലം നേടുക. തീർച്ചയായും മാറ്റം നിങ്ങൾ തന്നെ കാണും. നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്ര ആശ്ചര്യമുണ്ടാകും.
അതായത് ചെറിയ പരിഹാരങ്ങൾ എല്ലാവർക്കും ലഭ്യമാണ്. പച്ചകർപ്പൂരം തന്നെ എടുക്കുക. പച്ചകർപ്പൂരം വെങ്കടേശ്വര സ്വാമിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അത് മാത്രമല്ല ലക്ഷ്മി നാരായണനും സമർപ്പിക്കപ്പെടുന്നു. പുഷ്പം ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പ്രധാനമായും ചുവന്ന ചെമ്പരത്തി പൂക്കൾ ദേവിക്ക് ഇഷ്ടമാണ്. അതിനാൽ നിങ്ങൾ ചുവന്ന ചെമ്പരത്തി മൊട്ടുകൾ എടുക്കുന്നതിലൂടെ ദൈവിക അനുഗ്രഹം ലഭിക്കും. അവിടെ ലക്ഷ്മി ദേവി സ്ഥിരമായി കുടിയിരിക്കും. വരുമാനം കുറയാതെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആ അമ്മ അനുഗ്രഹം നൽകും എന്നത് ഇവിടെ ഓർമ്മിക്കപ്പെടണം. കൂടാതെ ഏതെങ്കിലും ഒരു രൂപത്തിൽ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. അനാവശ്യ ചെലവുകൾ കുറയും. മനോഹരമായ കാര്യം എന്തെന്നാൽ നമ്മുടെ വാതിലുകൾ തുറന്ന് പണം വരാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച പരിഹാരമാണിത്. മറ്റൊന്നുമില്ല. അതായത് അത്ഭുതം എന്നാൽ അത്ഭുതം നമുക്ക് നോക്കാം. നമ്മൾ തന്നെ അത്ഭുതപ്പെടും. അതിനാൽ ശ്രമിച്ച് പ്രയോജനം നേടുക. ആദ്യത്തെ പരിഹാരം തീർച്ചയായും പാലിക്കുക. ഇവ ലഭിക്കുകയാണെങ്കിൽ ചോദിക്കാതെ തന്നെ സാധാരണയായി വാങ്ങി അപ്പോൾ തന്നെ കുളിച്ച് അലമാരയിൽ വെച്ച് നിങ്ങൾ തന്നെ നോക്കുക. ഒരു ആഴ്ച പരിശോധിച്ച് നോക്കുക. ഒരു ആഴ്ച നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇവ കൊണ്ട് ഞങ്ങൾക്ക് എത്രമാത്രം പ്രയോജനം ലഭിക്കുന്നു, ഇവ കൊണ്ട് ഞങ്ങൾ എത്രമാത്രം പ്രയോജനം നേടി, അത് നമുക്ക് എത്രമാത്രം നന്നായി ഉപയോഗപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. അതിനുശേഷം രണ്ടാമത്തെ പ്രതിവിധി എന്തെന്നാൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അതായത് സാധാരണയായി പറയുകയാണെങ്കിൽ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നു, ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നു, വീട് പണിയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തെന്നാൽ സ്ഥലം ഉണ്ട് വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. പല ദിവസങ്ങളായി വിചാരിച്ച കാര്യം നടക്കുന്നില്ല, നിന്നുപോകുന്നു, എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ദുഃഖിക്കും. ഓർമ്മിക്കുക, ഇത് മന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള വളരെ ശക്തമായ ഒരു പരിഹാരമാണ്. ഇതിലൂടെ 99% നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും, ചീത്തയൊന്നും സംഭവിക്കില്ല. ഈ പരിഹാരം എത്ര വിശ്വാസത്തോടെ ചെയ്യുന്നുവോ അത്രയും നല്ലത് നിങ്ങൾക്ക് സംഭവിക്കും. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് 4 ചെമ്പരത്തി മൊട്ടുകൾ എടുക്കുക എന്നതാണ്. സാധാരണയായി ഇതിനെ മൊട്ടുകൾ എന്ന് പറയും. ചിലർ ചെറിയ പൂക്കൾ എന്നും പറയും. ഓരോരുത്തരും ഓരോ രീതിയിൽ അവരെ വിളിക്കും. നമ്മൾ മൊട്ടുകൾ എന്ന് പറയുന്നതുകൊണ്ട് ചെമ്പരത്തി നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുമെന്നതിനാൽ എളുപ്പത്തിൽ എടുക്കാം. ഇതിനായി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യവുമില്ലല്ലോ. അതുകൊണ്ട് 4 ചെമ്പരത്തി മൊട്ടുകൾക്ക് നമുക്ക് വലിയ ചിലവും ആകില്ല. വാങ്ങി വന്നുവോ, കുറച്ച് സമയം എടുത്ത് പരിഹാരം ചെയ്തു തീർത്തുവോ, നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് സ്വന്തമായിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് നിർമ്മിക്കാനോ വാങ്ങാനോ ആഗ്രഹിച്ചുവോ അതും നമ്മുടെ പക്ഷം വന്ന് നമുക്ക് സ്വന്തമാകും. ഇങ്ങനെ എന്തെന്നാൽ ഇത് ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. നിങ്ങൾ വിചിത്രമായി ചിന്തിച്ചേക്കാം, എന്തെന്നാൽ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചിലർക്ക് എന്തെന്നാൽ തെറ്റായ ചിന്തകളും വരാം. എന്നാൽ നിങ്ങൾ ഇതുപോലുള്ള സംശയങ്ങൾ വെച്ച് പുലർത്തരുത്. എളുപ്പത്തിൽ എന്താണോ അത് ചെയ്തു തീർക്കുക, ചെയ്ത് പ്രയോജനം നേടുക. തീർച്ചയായും നിങ്ങൾ എന്താണോ മാറ്റം കാണും. മാറ്റം കണ്ട് അത്ഭുതപ്പെടും. അതായത് ചെറിയ പരിഹാരങ്ങൾ വലിയ ഫലങ്ങൾ നൽകും. വലിയ ഫലങ്ങൾ എന്നാൽ അതിന് കുറച്ച് സമയം എടുക്കും. അവ ചെയ്ത ശേഷം ഫലങ്ങൾ വരുമോ ഇല്ലയോ എന്ന് നമ്മൾ വിഷമിക്കുന്നതിനേക്കാൾ ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് ചെറിയ പ്രശ്നങ്ങൾക്ക് നമുക്ക് തന്നെ പരിഹാരം കാണാൻ കഴിയും. അതിനാൽ 4 ചെമ്പരത്തി മൊട്ടുകൾ എടുക്കുക. എടുത്തതിനു ശേഷം നിങ്ങൾ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ പകുതി പണിതു കഴിഞ്ഞു, അത് പകുതിയിൽ നിന്നുപോയി. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്
പണിയാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ കരുതുന്നു, അല്ലേ? അങ്ങനെയുള്ളവർ എന്തെന്നാൽ വീട് പണിതു നിർത്തിയവർ എന്തു ചെയ്യണം എന്ന് വെച്ചാൽ 4 ചെമ്പരത്തി പൂക്കൾ കൊണ്ടുവന്നതിന് ശേഷം അവ മുട്ടുകളാണ്. പിന്നീട് ഇവയെടുത്ത് നിങ്ങളുടെ വീടിന്റെ പ്രധാന അതായത് വാതിൽ ഉണ്ടാകുമല്ലോ, സിംഹദ്വാരത്തെ നമ്മൾ സാധാരണയായി നിലവെച്ചതിനു ശേഷമല്ലേ പകുതി പണിതു തീർക്കുക. അതൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് നില നിർത്താത്തത്, മറ്റൊന്നും ചെയ്തില്ല എന്ന് കരുതുന്നവരും ഉമ്മരപ്പടിക്ക് അടുത്ത് കുറച്ച് മണ്ണെടുത്ത് 4 ചെമ്പരത്തി മൊട്ടുകൾ ഉണ്ടല്ലോ, ആരോടും പറയാതെ ഇവ എന്താണെന്ന് വെച്ചാൽ പ്രകൃതിക്ക് എന്താണെന്ന് വെച്ചാൽ ബന്ധമുണ്ടാകും. അതുപോലെ ദൈവത്തിനും ഇതിനും എന്തെന്നാൽ ഈ മൊട്ടുകൾക്ക് വളരെ അധികം ശക്തി ഉണ്ടാകുമത്രേ. മൊട്ടുകൾ എന്തെന്നാൽ ഇവ വളരെ മൃദുലമായവയല്ലേ. മൊട്ടുകൾ സാധാരണയായി എന്തെന്നാൽ അവ വളരെ പുണ്യമായവയാണ്. പലർക്കും അറിയാത്ത കാര്യമാണിത്. അതുകൊണ്ടാണ് മൊട്ടുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം എന്നാൽ നിങ്ങളുടെ വാതിലിലുള്ള മണ്ണ് മാറ്റി അവിടെ വെക്കുക. അങ്ങനെ വെച്ചിട്ട് മണ്ണ് മൂടുക. ഇത് വെച്ചതിനു ശേഷം ഉടൻ തന്നെ നിങ്ങൾ വീട് പണിയും. വീടിനുള്ളിൽ പ്രവേശിക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കുറച്ച് സമയമെടുക്കും. ഉടൻ ഒന്നും സംഭവിക്കില്ല. ഇത് മന്ത്രമല്ല, പരിഹാരമാണ്. നമുക്ക് എന്തെന്നാൽ ശരിയായ സമയത്ത് പണമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പണം വന്നിട്ടും ചില സമയങ്ങളിൽ പണിയാൻ കഴിയാതെ വീട് അങ്ങനെ നിർത്തിവെക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ പോലും വീണ്ടും തുടങ്ങാൻ നല്ല മുഹൂർത്തം നമുക്ക് ലഭിച്ച് നമ്മൾ വീട് പണിയാൻ നമുക്ക് ഒരുപക്ഷേ സ്ഥലം ഉണ്ടായിരുന്നാലും ശരി, അവിടെ പോലും ഇതുപോലുള്ള മന്ദാരമൊട്ടുകൾ എടുത്തുകൊണ്ടുപോയി ഒരു ഭാഗത്ത് മണ്ണ് മാറ്റി കുഴിച്ചിട്ട് വീട് പണിയണമെന്ന് ശക്തിയായി പ്രാർത്ഥിക്കണം. ശക്തിയായി പ്രാർത്ഥിച്ചാൽ മാത്രമേ നടക്കൂ. അങ്ങനെ നിങ്ങൾ ശക്തിയായി പ്രാർത്ഥിച്ചതിനു ശേഷം മുട്ടുകൾ കുഴിച്ചിട്ട് തിരിഞ്ഞു നോക്കരുത്. നോക്കിയാൽ നടക്കില്ല എന്നതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അവിടെ വെച്ച് തിരികെ വരിക. ഏതെങ്കിലും ഒരു രൂപത്തിൽ പണം വരും. ഏതെങ്കിലും ഒരു രൂപത്തിൽ ധൈര്യം വരും. ഇത് കൂടാതെ ദൈവിക അനുഗ്രഹവും ലഭിക്കും. പ്രകൃതിയുടെ അനുഗ്രഹം ലഭിക്കും. സ്ഥലം എന്നാൽ ഞങ്ങൾ വാങ്ങി നിർമ്മിച്ചില്ലെങ്കിൽ പണി പാതിയിൽ ഇങ്ങനെ നിന്നുപോയാൽ വീട് വീണ്ടും തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. ചില സമയങ്ങളിൽ നമ്മുടെ കണ്ണുകൾ വിശ്വസിക്കില്ല. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ട ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയില്ല. അത് വളരെ പ്രയോജനകരമായി ഇരിക്കും. വിശ്വാസത്തോടെ ഒരു തവണ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ തന്നെ പറയും, പിന്നെ നന്നായി പറഞ്ഞു എന്ന്. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള പരിഹാരം വളരെ ശക്തി. ഇതൊരു ശക്തമായ പ്രതിവിധിയാണ്. ഇത് മന്ത്രശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലുമുണ്ട്. അതായത് ഇത് ഒരു തന്ത്രമോ മന്ത്രമോ അല്ല, പക്ഷേ ഇത് നന്നായി പ്രവർത്തിക്കും. മന്ദാരമൊട്ടുകൾക്ക് അതീത ശക്തിയുണ്ട്. അതിനാൽ ഇവയിലൂടെ ഫലങ്ങൾ നേടാൻ കഴിയും. ഇത് വളരെ ശക്തമായ പ്രതിവിധിയായതുകൊണ്ട് നിങ്ങൾ ഇത് പരീക്ഷിക്കണമെന്ന് ഞാൻ കരുതുന്നു. ഏത് ദിവസമാണ് ഇത് ചെയ്യേണ്ടതെങ്കിൽ ഇതിന് തിഥി, വാരം, നക്ഷത്രം എന്നിവ പ്രധാനമാണ് എന്ന് ഓർമ്മിക്കുക. പഞ്ചമി തിഥി ആകാം, അതായത് അമാവാസി ദിവസം ചെയ്യരുത്. മറ്റ് ദിവസങ്ങളിൽ ചെയ്തുകൊള്ളുക. അത് മാത്രമല്ല, കുളിച്ചതിനു ശേഷം മാംസം കഴിക്കരുത്. ചില പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അവ ചെറുതാകാം വലുതാകാം. വിധിയായി കണക്കാക്കിയാൽ മാത്രമേ ദൈവാനുഗ്രഹം ഉണ്ടാകുകയും നമുക്ക് നല്ലത് സംഭവിക്കുകയും ചെയ്യൂ. നമ്മൾ ഇങ്ങനെ വീണാൽ അങ്ങനെ ചെയ്തെന്ന് കരുതുക. അവ വലിയ തോതിൽ പ്രയോജനം ചെയ്യില്ല. അതിനാൽ നമ്മൾ എങ്ങനെ വീണാലും അങ്ങനെ അല്ലാതെ എന്തെന്നാൽ നിഷ്ഠയും നിയമങ്ങളും പാലിച്ച് ചെയ്താൽ മാത്രമേ ദൈവാനുഗ്രഹം ഉണ്ടാകൂ. പ്രധാനമായും ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ എന്തെന്നാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. ലക്ഷ്മി ദേവി എന്നാൽ തന്നെ സമ്പത്തിന്റെ അധിപതി ലക്ഷ്മി ദേവിയാണ്. കറൻസിയായി ലക്ഷ്മി ദേവിയെ നമ്മൾ കണക്കാക്കുന്നു. സ്ഥിരത പോലുള്ള അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് നമ്മൾ പ്രയോജനങ്ങൾ നേടണം.
അതുപോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആശ്ചര്യപ്പെടും. നിങ്ങൾ വിചാരിച്ചതിനെ നേടും. വീട് പണിയുന്നത് പൂജയാണെങ്കിൽ, അതിൽ വീട് പണിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് പണിയുന്നത് പോലുള്ള കാര്യങ്ങൾ തീർച്ചയായും നടക്കും. ഇത് 99% ഫലം നൽകുന്ന പരിഹാരമാണ്. ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അത് വളരെ പ്രയോജനകരമായിരിക്കും. നിങ്ങൾ വിശ്വസിക്കൂ. 100%.